വെൽക്കം ബാക്ക് ടു എംഎംഎസ്. നമ്മൾ ഇന്ന് ഷോപ്പിംഗ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും അതിന്റെ സിസ്റ്റങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ സിറ്റി സെന്റർ എന്ന് പറഞ്ഞൊരു മോളുണ്ട്. മോള് മാത്രമല്ല, സിറ്റിന്റെ സെന്ററും കൂടെയാണ്. നമ്മളിപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അവരവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് ബസ് കയറും. ഷോപ്പിംഗ് സെന്റർ എന്ന് പറയുന്നത് വെൽമാർട്ട് എന്ന് പറയും. ഇവിടെ മെയിൻലി ഇവിടെ 3-4 ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട്. സോ അവര് കുറെ സമയമായി വെയിറ്റ് ചെയ്യുന്നത്, കാണുന്നില്ല. കിലയിൽ മെയിൻ ആയിട്ടുള്ള ഷോപ്പിംഗ് സെന്റേഴ്സ് ഒന്ന് സിറ്റി സെന്ററിലുള്ള ശില്പോ, പിന്നൊന്ന് അത്തപ്പേ, പിന്നൊന്ന് വെൽമാർട്ട്, പിന്നെ തവേരിയുണ്ട്. ഇതിലെല്ലാം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്നത് വെൽമാർട്ടാണ്. ഈ സ്റ്റുഡൻസ് എല്ലാം ആണെങ്കിൽ തന്നെ എപ്പോഴും സാധനങ്ങൾ വാങ്ങുന്നത് വെൽമാർട്ടിൽ നിന്നാണ്. സിറ്റി സെന്റർ എന്ന് പറയുന്നത് ഇവിടെ അവരിപ്പോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സിറ്റി സെന്ററിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ശില്പോ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. പക്ഷെ അത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ് അവിടുത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ വെൽമാർട്ടിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. വെൽമാർട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള വെൽമാർട്ടാണ്. ഒടുവിൽ നമ്മൾ അവരെ കണ്ടുമുട്ടി. നമ്മൾ എടുക്കുന്നുണ്ട്, വെറുതെ. Hey guys. Hi. Hi. നമ്മളിവിടുത്തെ ബസ്സിലാണ്, സിറ്റി ബസ്സിലാണുള്ള ടിക്കറ്റ് അവിടെ പോയി പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇത് പേ ചെയ്യണം കേട്ടോ. ഈ ഹോൾസ് ഇവിടുന്ന് ബസ്സിൽ എങ്ങോട്ടേക്ക് സഞ്ചരിച്ചാലും 5 ഗ്രിവനാണ്. 5 ഗ്രിവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ടിലത്തെ ഒരു 12 ആ റേഞ്ചിലാണ്. തൊട്ടടുത്ത സ്റ്റോപ്പിലേക്കാണെങ്കിലും ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പിലേക്കാണെങ്കിലും 5 ഗ്രിവൻ തന്നെയാണ് ടിക്കറ്റിന്റെ ചാർജ്. വിചാരിക്കുന്ന പോലെ നല്ല കൈയൊക്കെ കുറച്ച് 2 മിനിറ്റ് പുറത്തേക്ക് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, ചില്ലാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാല് ഈ റിങ്കിൾസ് ഒക്കെ വന്നിട്ട് വയസ്സന്മാരുടെ കൈ പോലെ ഉണ്ടാവും. അത്രയും തണുപ്പാണ്. ടെമ്പറേച്ചർ ഒക്കെ ഓൾമോസ്റ്റ് -1 ആണ്. നല്ല കാറ്റുണ്ട്. മാസ്ക് വെക്കുന്ന ഒരു വിധത്തിൽ നല്ലതാണ്, കാരണം ഈ കാറ്റത്ത് മൂക്ക് ഐസ് പോലെയോ. ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ചാൽ ഈ -1 ഡിഗ്രിയിലും നെയിലും ഹെയർ ഇട്ടേക്കുന്ന ജാക്കറ്റ് ഉണ്ടോ? ഇതൊന്നും വിന്ററിന് പറ്റില്ല. വേറെ എന്തിനാ വ്ളോഗിന് വേണ്ടി മുഖം കാണിച്ചാലും അങ്ങോട്ട് നിങ്ങളോടുള്ള കട്ട ആത്മാർത്ഥത അതാണ് ഗൈസ്. കൊറേ നേരമായിട്ട് ഇങ്ങനെ നടന്ന് നല്ല തണുപ്പായ കാരണം കഴിച്ചതൊക്കെ ഡൈജസ്റ്റ് ആയി പോയി. അങ്ങനെ കാര്യമായിട്ടൊന്നും രാവിലെ കഴിച്ചിട്ടില്ല. എന്നാലും കഫേ ഉണ്ട് ഇവിടെ, കഫറ്റീരിയന്ന് എന്തെങ്കിലും കഴിക്കാം. കൂടുതലും പൊട്ടാറ്റോ ഡിഷസ് ആണ് കൂടുതൽ. മീറ്റും പൊട്ടാറ്റോ ചീസ് മെയിൻ ആയിട്ട് ഇതാണ് ഇവിടുത്തെ ഡിഷ്. ഈ തണുപ്പത്ത് കോഫി മസ്റ്റാണ്. പിന്നെ ലാച്ചിയും കൂടി കിട്ടിയാൽ സെറ്റ്.
ഫോൺ തരുമോ? ഒന്ന് കെച്ചപ്പ്, പക്ഷെ സാധാ കെച്ചപ്പല്ല, ഇതിൽ എന്തൊക്കെയോ ഹെർബ്സ് ഉണ്ട്. പിന്നെ അതേപോലെ മസ്റ്റർഡ് സോസ് വിത്ത് മയോണൈസ്. ഫ്രഞ്ച് ഫ്രൈസ് ചൂടോടെ കിട്ടുന്നതിന്റെ അത്ര ഹാപ്പിനെസ് ഉണ്ട്. എന്നാലും പൊളിയാ. സായപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കാന്നൊരു ചൊല്ലുണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന്റെ ജീവിക്കുന്ന എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. ഫുഡ് വന്നു, എന്ത് വ്ളോഗ്, എന്ത് ഷൂട്ട്, ഒരു 60 FPS ക്യാമറയ്ക്ക് ഇത് പകർത്താൻ പറ്റില്ല. ശാസ്ത്രം ജയിച്ചു, നീര് തോറ്റു. ശാസ്ത്രം തോറ്റു, നീല് ജയിച്ചു. ഫേരി എൻ്റെ ഉമ്മാൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ്. ഇന്ത്യൻ വീട്ടിൽ ഇതൊക്കെ ഇവിടെ ഫ്രഷ്ലി ബേക്ക് സാധനമാണ്. ഇവിടുന്ന് തന്നെ ബേക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കുബൂസാണ്. ഇവിടെ അങ്ങനെ കുബൂസ് കിട്ടില്ല. ലവാഷ് എന്നാണ് ഇവിടെ കുബൂസിനറിയില്ലേ, ലവാഷ് എന്ന്. സോ നമ്മുടെ നാട്ടിലത്തെ ഇല്ലെങ്കിൽ ദുബായിത്തെ ആ സെയിം അല്ല, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് ടേസ്റ്റ് ഒക്കെ അങ്ങനെ തന്നെയാണ്. കുറച്ച് തിന്നാണ് അല്ലേ ക്രസ്റ്റ് ഇതിന്റെ. സോ കുബൂസ്. സോ ഇവിടെ നമ്മൾ യൂഷ്വലി നാട്ടിലത്തെ പോലെ അല്ല. ഇവിടെ ഓരോ ലൈക്ക് ഐറ്റംസിന് നമ്മൾ തന്നെ ബില്ലടിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കർ വന്നു ഓരോന്നിൻ്റെ റേറ്റ് ഉണ്ടാവും. ഇപ്പൊ ഇതിന്റെ റേറ്റ് 3 ഗ്രവന്. ഈ ബ്രെഡ് അങ്ങനത്തെ സെക്ഷൻ ഇതിലൊക്കെ ഇവിടെ ഭയങ്കര വിലക്കുറവാണ്, ബ്രെഡും കാര്യങ്ങളൊക്കെ. കാരണം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇവര് കൺസ്യൂം ചെയ്യുന്നത് ബ്രെഡിന്റെ കുറെ ഐറ്റംസ്, എത്രയോ വെറൈറ്റീസ് ഉണ്ട് ബ്രെഡിന്റെ. ഹെൽത്തി ആയിട്ട് കുറച്ച് പ്രോട്ടീൻ ബാറും, ചോക്ലേറ്റ് ഫ്ലേവർ, പ്രോട്ടീൻ വേഫേഴ്സ്, പ്രോട്ടീൻ ബിസ്ക്കറ്റ്സ്, ഗ്ലൂട്ടൻ ഫ്രീ സ്പെഗറ്റി. പക്ഷെ നമ്മളങ്ങനെ എല്ലാം ഉണ്ട്. ലൈക്ക് എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള എല്ലാ അൺഹെൽത്തി സാധനങ്ങളും ഹെൽത്തി ആയിട്ട് ഇവിടെ കിട്ടും. നാട്ടിലത്തെ സോയ ബോൾസ്, സോയ ചങ്ക്സ് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ ഇത് ഫ്രൈ ചെയ്ത് വെച്ചാൽ നല്ല ഇഷ്ടമാണ്. നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ റേറ്റ് കുറഞ്ഞൊരു സാധനമാണ് ആപ്പിൾ. ഇവിടെ നോക്കുവാണെങ്കിൽ ഗ്രീൻ ആപ്പിളിനൊക്കെ നല്ല വില കുറവാണ്. നമ്മുടെ വില നോക്ക് 3.90, അതായത് ഏകദേശം 4 ഗ്രാമിന്റെ അടുത്ത് വരും. 4 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ 10 രൂപ. തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ്. 60 ഗ്രീവൻസ്. 60 ഗ്രീവൻസ് പറയുമ്പോൾ ഏകദേശം നാട്ടിലൊരു 150-180 രൂപയോളം വരും. ഫസ്റ്റ് ഹൈജീനിക് ആയിട്ട് നമ്മൾ ഗ്ലൗസ് ഊരാ. ഈ ഗ്ലൗസ് എടുക്കാൻ കുറച്ച് പണിയാണ്, എന്നാലും സാധനം കിട്ടുന്നില്ലല്ലോ. എടുത്താലും ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഗ്ലൗസ് യൂസ് ചെയ്യണം. ഹെൽത്തി ആയിട്ട് ലെറ്റീസ് എടുക്കാം. ലെറ്റീസിന് വില കുറവാണ് കേട്ടോ, 7 ഗ്രാംസ് വേണ്ടത്. ഇവിടുത്തെ നമ്മുടെ മെയിൻ ഒരു കറിയാണ് പരിപ്പ് കറി. ഇതില്ലെങ്കിൽ നടക്കത്തില്ല. എപ്പോഴാണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു മെയിൻ സംഭവം, ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ്. ഹോസ്റ്റൽ ലൈഫ് ബി ലൈക്ക്. ഇത് ഈ നാട്ടിൽ മാത്രം പ്രത്യേകം കണ്ടുവരുന്ന ഒരു പരിപ്പാണ്. നാട്ടിലെ ഞാനെവിടെയും കണ്ടിട്ടില്ല. സോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോർട്ട് ഔട്ട് ചെയ്ത് രാജ്മി എടുക്കുന്ന ലക്ഷ്മി. You see, I only take nutritious ones. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നാളെ കൊണ്ടെങ്കിലും തീരുവോ? ഞാൻ എടുത്ത് തീർക്കും. പോയേ നോക്കൂ, ഒരു പട്ടിയും കുട്ടിയും. ദാസ തകർത്ത് ബില്ലടിക്കാണ്. നമ്മളെ നാട്ടിലെ പോലെ ഉണ്ട് കൊറിയാണ്ടർ, മല്ലിയില, പിന്നെ മല്ലിപ്പൊടി, അങ്ങനെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഭയങ്കര ഡിഫറൻസ് ആണ്. മഞ്ഞപ്പൊടി തന്നെ കുറച്ചിട്ടാൽ തന്നെ നാട്ടിലെ മഞ്ഞപ്പൊടിൻ്റെ ആ ടേസ്റ്റ് വരും. പക്ഷെ ഇവിടെ ഇവരെന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എത്ര ഇട്ടാലും മഞ്ഞപ്പൊടിൻ്റെ ഇത് കിട്ടൂല. ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഇവിടുത്തെ ബിസ്ക്കറ്റ്സ്, സ്നാക്സ് ഐറ്റംസ്, വേഫേഴ്സ്. നമുക്ക് ഇത്ര മതി, ധാരാളം. നിങ്ങളെപ്പോലെ നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കാറില്ല. യുക്രൈനിൽ വന്നിട്ട് ഏറ്റവും വലിയ സാഡായൊരു മൊമെന്റ് ഉണ്ട്. ഇവിടെ പഴം റോബസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ
വലിയ പഴമോ ചെറിയ പഴമോ ഒന്നും കിട്ടില്ല. നാട്ടിലെ ചെറിയ പഴവും വലിയ പഴവും ഒക്കെ മിസ് ചെയ്യുന്ന ഫാക്ടറി മാത്രമല്ല, ബില്ലടിച്ച് വന്നപ്പോഴത്തേക്ക് 1.5 കിലോ പഴത്തിന് 41 ഗ്രാം, അതായത് 120 രൂപേൻ്റെ അടുത്ത്. എന്താ ഒരുമാതിരി ഗതി കിട്ടാത്ത പ്രേതത്തെ പോലെ അല്ലെങ്കിൽ തിരിഞ്ഞു കിടക്കണേ. ഞാൻ കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ നോക്കി കിടക്കാം. ഏത് ഇപ്പൊ ഒരു മുട്ടയ്ക്ക് 3.2 ഗ്രിവൻസ് ആണ്. സമ്മർ ആയി കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഒരു സാധനം മുട്ടയാണ്. ഇപ്പൊ ഒരു മുട്ടയ്ക്ക് ഏകദേശം 10 രൂപ അടുത്ത് വില ഉണ്ടെങ്കിൽ സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 രൂപയ്ക്കൊക്കെ കിട്ടും. ഇപ്പോൾ ഫിഷിൻ്റെ സെക്ഷനാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരിത് ഇതുണ്ട്, ഈ ടാങ്കിൽ കിടക്കുന്ന ഫിഷുകളെ പിടിച്ചിട്ട് നമുക്ക് അവർ ഇത് കട്ട് ചെയ്ത് തരും. പക്ഷേ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു ടേസ്റ്റ് ഒന്നും ഇവിടുത്തെ ഫിഷുകൾക്ക് കിട്ടില്ല. ഇവിടുത്തെ പൊതുവെ യൂറോപ്പിലെ കിട്ടില്ല. കാര്യം അതിൻ്റെ വെള്ളത്തിൻ്റെ വിഷയം. ഇങ്ങനെ ഫിഷിന് നമ്മുടെ നാട്ടിലെ രുചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതലും ചിക്കൻ, ബീഫ് അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ വാങ്ങാറ്. പന്നിയിറച്ചിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നൊരു മീറ്റാണ് ഇത്. പിന്നെ നമ്മുടെ ചിക്കൻ ലെഗ് പീസസ് ഉണ്ട്. ഇത് ടർക്കിൻ്റെ കാലാണ്, ബോൺലെസ് ലെഗ് പീസസ്. പിന്നെ വേറെ എല്ലാ ടൈപ്പ് പീസസും ഉണ്ട്. നമ്മളിവിടെ സ്ഥിരം ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നാട്ടിൽ പൊതുവെ നമ്മൾ ഇങ്ങനെ കോക്കനട്ട് ഓയിലൊക്കെ ഉള്ളത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഉക്രൈനിൽ സൺഫ്ലവർ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളത് സൺഫ്ലവർ ഓയിൽ. ഇവിടെ നമ്മൾ കോക്കനട്ട് ഓയിൽ എടുക്കാത്ത റീസൺ ഇവിടെ ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി കോക്കനട്ട് ഓയിലാണ്. ഒലീവ് ഓയിൽസിൻ്റെ സെക്ഷനാണ്. ഒലീവ് ഓയിലിന് ഇവിടെ കമ്പാരിറ്റീവ്ലി വില കുറവാണ്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വില കുറവാണ്. നമ്മൾ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് ഒലീവ് ഓയിൽ വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട്. ഷുഗറാണ്. ഷുഗറിനൊക്കെ നാട്ടിലെ വിലയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വില കുറവാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഷ്രെഡഡ് ട്യൂണ. ഇത് ഓയിലും ഉണ്ട്, അല്ലാണ്ട് ബ്രൈൻ സൊല്യൂഷനിലുള്ളതും. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഫ്രഷ് കിട്ടുന്ന മത്തി ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടില്ല. സോ നമ്മൾ ടിൻ സൈഡൈൻസ് യൂസ് ചെയ്ത് മത്തിനൊക്കെ. ടോയ്ലറ്റ് ഇഷ്യൂ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ യുക്രൈനിൽ വന്നു കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടായിരുന്നു. കാര്യം നമ്മുടെ നാട്ടിൽ വെള്ളം ഉപയോഗിച്ചാണ് ടോയ്ലറ്റിൽ പോകുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സിസ്റ്റം എല്ലാം ടോയ്ലറ്റ് ടിഷ്യൂ ഉപയോഗിച്ച് പോകുന്ന സിസ്റ്റങ്ങളാണല്ലോ. ഈ ടോയ്ലറ്റ് ടിഷ്യൂ ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഒരാഴ്ച വരെ ടോയ്ലറ്റ് പോകാറുന്ന ആളുകളെ വരെ നമുക്കറിയാം. എന്നിട്ട് ഏറ്റവും അവസാനം ഇതിന് മുമ്പ് കീഴടങ്ങി. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു അമേരിക്കൻസ് ആണെങ്കിലും യൂറോപ്യൻസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇത് എന്ന് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ടോയ്ലറ്റ് ടിഷ്യൂ ഉപയോഗിക്കുന്നവരല്ലേ എന്നുള്ളൊരു ഇത്. അപ്പോൾ നാട്ടിലായിരുന്നപ്പോൾ ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ്. ഇത് ഒരു കൾച്ചറാണ്, ലൈഫ് സ്റ്റൈലാണ്. നമ്മളുടെ കൾച്ചറും സംസ്കാരവും വിശ്വാസവും ഒക്കെ ശരിയാണെന്ന് പറയുന്നത് നല്ല കാര്യം തന്നെ. പക്ഷെ അത് മാത്രമാണ് ശരിയെന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണോ? നാട്ടിൽ നിന്ന് വന്നിട്ട് വേറെ മിസ് ചെയ്ത ഏറ്റവും വലിയ സാധനമാണ് പീനട്സ്, കടല. ഒടുക്കത്തെ വില എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വില. ഇത് കടലല്ലോ മനുഷ്യ, കപ്പലണ്ടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കടല എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ കടല വേറെ സാധനം, അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ നാട്ടിൽ കപ്പലണ്ടി വേറെ സാധനം, അത് അപ്പുറത്തുണ്ട്, ഞാനും കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ മോഡലെ പഴച്ചാറുകളുടെ ഒരു കമ്പനിയുമായ സേവനത്തിൽ ഈ കോർത്തിടിച്ചിരിക്കുന്നത് പഴച്ചാറുകൾ എന്ന് പറയുമ്പോൾ മാതള നാരങ്ങ മുതൽ എല്ലാ നാരങ്ങകളും ഉണ്ട്. വെറുതെ ആപ്പിൾ ജ്യൂസ്, ആപ്പിൾ മലയാളമല്ലേ? ജ്യൂസ്. ചീസാണ് മെയിൻ ഇവിടുത്തെ ഫുഡിന്റെ മെയിൻ. ഏത് ഫുഡ് ഉണ്ടാക്കിയാലും ഒരു ചീസ് ഇടും. എല്ലാ സാൻഡ്വിച്ച് മുതൽ പാസ്ത എല്ലാത്തിലും ചീസ് നിർബന്ധമാണ്.
ഷോപ്പിംഗ് ഒക്കെ ഏതാണ്ട് കഴിയാറായി. നമ്മൾ ഒരു വിധമുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ബില്ലടിക്കാൻ പോകണം. സോ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ബില്ലാക്കിയാൽ മാത്രം മതി. പിന്നെ ഇതിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാണ്. കഷ്ടപ്പാടായിരുന്നു ഫുള്ള്. ചിലരുടെ പണിയൊന്നല്ല. ഈ സമയത്ത് നമ്മൾ നമ്മുടെ പാരന്റ്സിനും ഫാമിലീസിനും ഓർക്കുന്നു. നമ്മളിപ്പോ സെപ്പറേറ്റ് ആകുമ്പോൾ ബൈ ഗൈസ്. For more freshly brewed content, keep watching. Bye. പീറ്റർ കോപ്പിന്റെ വക കോപ്പറേറ്റ് ഇട്ടില്ലെങ്കിൽ അടുത്ത വ്ലോഗിൽ കാണാം. Hey fam. കട്ടി